നമസ്കാരം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം അദ്വൈത സിദ്ധാന്തം പുലർന്ന നാടാണ് കേരളം. എന്നാൽ ഇപ്പോൾ ജാതിവെറിയും മത തീവ്രചിന്തയും എല്ലാം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ വിഷുനാളിൽ പോലും കണി ഒരുക്കുന്ന രീതിയിലുള്ള ചില വ്യവസായ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വിശുദ്ധമായ ആചാരമാണ് വിഷുവിനോടനുബന്ധിച്ച് കണി കാണുക എന്നുള്ളത്. കണി ദർശനത്തിന് വേണ്ടി ശ്രീകൃഷ്ണന്റെ കമനീയമായ വിഗ്രഹം ഒരുക്കി വെക്കുന്നു. കണിക്കൊന്നയും അതുപോലുള്ള കാർഷിക വിഭവങ്ങളുമെല്ലാം ഒരുക്കി വിശ്വാസികൾ കണി കാണുന്നു. ഇതാണ് കണിയുടെ ഒരു പ്രത്യേകത. അത്തരത്തിൽ കണി കാണുന്നവർക്ക് ആ വർഷം മുഴുവൻ കണി ഫലം നല്ലതായിരിക്കും, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെയാണ് വിശ്വാസികളുടെ രൂഢാമൂലമായ വിശ്വാസം. ഇതിനെ തകർക്കുന്ന തരത്തിലാണ് ചില വ്യവസായ സ്ഥാപനങ്ങളുടെ, ചില കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നാട്ടിലുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണന് മുന്നിൽ ഇരിക്കുന്ന കുഴിമന്തിയും ശ്രീകൃഷ്ണൻ കുഴിമന്തി കഴിക്കുന്നത് പോലുള്ള ചിത്രങ്ങളും പരസ്യങ്ങളുമാണ് ഒരു വിഭാഗം ആളുകൾ സംപ്രേഷണം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയിരുന്നതെങ്കിൽ മറ്റൊരു വിഭാഗം ചെരുപ്പ് കടക്കാർ കണിയൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ തൊട്ടരികിൽ ചെരുപ്പ് തന്നെ വെച്ചുകൊണ്ടുള്ള കണിയുടെ രൂപങ്ങളാണ്, ചിത്രങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് തീർത്തും മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഇത്തരത്തിലുള്ള ചില കടന്നുകയറ്റങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊടിക്കൈകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നാം കണ്ടറിഞ്ഞത് തന്നെയാണ്. അന്ന് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന വെടിത്തിരകളിൽ പോലും പന്നിക്കൊഴുപ്പ് ചേർത്തിരുന്നത് പോലും വർഗീയ ലഹളയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. പശുവിന്റെ പാൽ ചെത്തി വഴിയിലിട്ടിരുന്നത് പോലും അന്ന് സ്വാതന്ത്ര്യ സമര സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വർഗീയ ലഹളയ്ക്ക് ഉപോത്ഫലകമായി എന്നുള്ള വാർത്തകൾ ഇന്ത്യ കണ്ടറിഞ്ഞത് തന്നെയാണ്. വീണ്ടും ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീകൃഷ്ണന് മുന്നിൽ കുഴിമന്തി വെച്ചുകൊണ്ട് കണിയൊരുക്കുന്നു. അതുപോലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ, ശ്രീകൃഷ്ണ രൂപത്തിന് മുന്നിൽ ചെരുപ്പ് സ്ഥാപിച്ചുകൊണ്ട് കണിയൊരുക്കുമ്പോഴെല്ലാം മത ധ്രുവീകരണം അല്ലെങ്കിൽ മതനിന്ദയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. തൃശൂർ പൂരത്തിന് വേണ്ടി സാമ്പിൾ വെടിക്കെട്ടുകൾ ഒരുക്കിയിരുന്ന പടക്ക നിർമ്മാണശാലയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട് നമ്മുടെ 14 പേരാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് എന്നുള്ള അതിദയനീയമായ ഗുരുതരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇവിടെയും ചില അസ്വാരസ്യങ്ങൾ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നു. അതായത് താനൂരിൽ ബോട്ടപകടം നടന്നപ്പോൾ ആ ദുരന്ത സ്ഥലത്തേക്ക് കേരളത്തിന്റെ മന്ത്രിസഭ ഒന്നടങ്കം തന്നെ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്നലെ തൃശ്ശൂരിൽ വെടിക്കെട്ട് അപകടം നടക്കുമ്പോൾ മന്ത്രി വീണ ജോർജും വാസവനും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു എന്നതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. താനൂരിൽ ബോട്ടപകടം നടക്കുമ്പോൾ ഏതാണ്ട് കേരള മന്ത്രിസഭയിലെ ഒന്നടങ്കം മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ കേരളം കണ്ട് നടുങ്ങിത്തിരിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായ ഈ വെടിക്കെട്ട് അപകടം. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ സ്ഥലത്തേക്ക് ഓടിയെത്താതിരുന്നത്? അദ്ദേഹം നാട്ടിലില്ല, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും അറിയാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തുള്ള അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ കോളേജ് അധികൃതരുമായിട്ടുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദ്യാർത്ഥി കോളേജിന്റെ മുകളിൽ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് ആത്മഹത്യയല്ല, വിദ്യാർത്ഥിയെ തള്ളിയിട്ട് കൊന്നതാണ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അതിവൈകാരികമായി വെളിപ്പെടുത്തിയത്. ഇത്തരം ഒരു സംഭവം സ്വന്തം മണ്ഡലത്തിൽ നടന്നിട്ട് പോലും മുഖ്യമന്ത്രി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഏപ്രിൽ 10-നാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. ഏപ്രിൽ 9-ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ധർമ്മടത്തുണ്ടായിരുന്നു, കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ അപകടം നടന്ന കയ്യെത്തുന്ന ദൂരത്തിലേക്ക് ഒരു വിളിപ്പാടകലത്ത് ഇത്തരം ഒരു ദുരന്തം നടന്നിട്ട് മുഖ്യമന്ത്രി ഓടിയെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്ന ചില ആളുകൾ കമന്റുകൾ ഇടുന്നത്. താനൂരിൽ മന്ത്രിസഭ ഒന്നടങ്കം ഓടിയെത്തിയത് വലിയ കാര്യം തന്നെയാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ, അതായത് സംസ്ഥാനത്ത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി ഭരണം കൈയാളുന്ന ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ സമാനമായ രീതിയിൽ തൃശ്ശൂരിൽ ഇത്തരം ഒരു അപകടം നടക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ മുന്നോടിയായി തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങിന് വേണ്ടി സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കിയിരുന്ന വെടിക്കെട്ട് പുരയിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്നുള്ള ആളുകൾ 1-2 പേരായി ചുരുങ്ങിയത്, 2-3 പേരായി ചുരുങ്ങിയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളതും ചോദ്യം തന്നെയാണ്. ഇവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ കുഴിമന്തി വെച്ചുകൊണ്ട് കണി ഒരുക്കുന്നതും ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ ചെരുപ്പ് ഉയർത്തി ചെരുപ്പ് കടയുടെ പരസ്യത്തിൽ കണി ഒരുക്കുന്നതുമെല്ലാം ഓരോ മതത്തെയും അതിരൂക്ഷമായ രീതിയിൽ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ ഒരു ജാതി ഒരു മതം
ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സൂക്തങ്ങൾ ഉദ്ധരിച്ചത്. ഇതെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് കച്ചവട താല്പര്യപ്രകാരമോ അതോ മത ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ധാരണ പ്രകാരമോ ആണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ വർഷം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മുടെ കൺമുന്നിൽ ദൃഷ്ടാന്തങ്ങളായി ഉള്ളപ്പോൾ തന്നെയാണ് ഇക്കൊല്ലവും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്റെ വെടിക്കോപ്പുകൾ ഒരുക്കിയ വെടിക്കെട്ട് ശാലയിൽ, പടക്കശാലയിൽ ഉണ്ടായ ദുരന്തം അട്ടിമറിയാണോ എന്ന് സംശയിക്കപ്പെടേണ്ടത്. കുഴിമന്തി വെച്ച് ശ്രീകൃഷ്ണന്റെ കണിയൊരുക്കുന്നതും ചെരുപ്പ് വെച്ച് ശ്രീകൃഷ്ണന്റെ രൂപം വെച്ച് കണിയൊരുക്കുന്നതുമെല്ലാം മതസ്പർദ്ധ ഉളവാക്കുമ്പോൾ തൃശൂർ പൂരം, കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം ആസൂത്രിതമായി കലക്കി എന്നുള്ളൊരു ആരോപണം സർക്കാരിന് നേരെ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തൃശൂർ പൂരം വീണ്ടും ഈ വർഷം തൃശൂർ പൂരം കൊണ്ടാടാനിരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങിന് വേണ്ടി ഒരുക്കിയ വെടിക്കെട്ട് ശാലയിൽ നടന്ന ഈ വെടിക്കെട്ട് ദുരന്തവും ഒരു അട്ടിമറി തന്നെയാണോ അതോ ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ മതവർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ അട്ടിമറി തന്നെയാണോ എന്നുള്ളത് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു പറയാൻ സാധിക്കില്ല എന്ന് വേണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ശ്രീകൃഷ്ണനെ കുഴിമന്തി കഴിക്കുന്ന തരത്തിൽ ഒരുക്കിയ കണിരൂപങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ചില ദുസൂചനകൾ അതിന്റെ പുറകിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും അതീവ ഗുരുതരമായ ദാരുണമായ സംഭവം തന്നെയാണ് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ നടന്നത്. വെടിക്കെട്ട് നിർമ്മാണശാലയിൽ നടന്ന് ഇനിയും വെടിക്കെട്ട് അപകടത്തിൽപ്പെട്ട് ഏതാണ്ട് 5 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. അവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അവരുടെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ആവശ്യമായ സഹായ പദ്ധതിയുമെല്ലാം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തും എന്ന് പ്രത്യാശിക്കാം. മുഖ്യമന്ത്രിയും കൂട്ടരും വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് എത്തി വേണ്ടപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം കണ്ണൂരിൽ വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ച KSU പിള്ളേരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കരിങ്കൊടി വീശിയ കാറ്റേറ്റും മന്ത്രി വീണ ജോർജിന്റെ കഴുത്തുളിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നിമിഷ നേരം കണ്ട് പറന്നെത്തിയ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ഇത്രയും ഒരു അപകടം നടന്ന് ഏതാണ്ട് 14ഓളം പേർ വലിയ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രി എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാകുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ ജോർജിന് കരിങ്കൊടി വീശിയപ്പോൾ കാറ്റേറ്റുണ്ടായ കഴുത്തുളുക്കിയതിന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. ജില്ലാ ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ മുഖ്യമന്ത്രി ഓടിയെത്തുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ മുഖ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നു. എന്നാൽ കഴുത്തിന് പരിക്കേറ്റിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ സംഭവ സ്ഥലത്തേക്ക് ഓടി അടുത്തിട്ടുണ്ടായിരുന്നു. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദുരന്തത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അത്രയും ആശ്വാസം. എന്നാൽ കേരളത്തിന്റെ ഒന്നാകെയുള്ള ഒരു കണ്ണീര് തന്നെയാണ് ഇന്നലെ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ കേരളം ഒന്നാകെ നടുങ്ങിത്തരിച്ചു നിൽക്കുമ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പാർട്ടിക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു എന്ന് പറയുന്നത് ശ്ലാഘനീയം തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള മറ്റ് അപകടങ്ങൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകൾ അത്തരത്തിലൊരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ് മന്ത്രിസഭയിലെ ആളുകളെല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തേണ്ടത് തന്നെയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതാണ്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരേണ്ടതാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദുരന്തത്തിൽ ഇരയായവർക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുവാൻ നേതൃത്വം വഹിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭാവം ഇന്നലെ തൃശ്ശൂരിൽ ശ്രദ്ധിക്കപ്പെട്ട് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതറിയില്ല. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇന്നലെ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗ ധ്രുവീകരണം കൊണ്ടുള്ള അല്ലെങ്കിൽ മതസ്പർദ്ധ കൊണ്ടുള്ള അട്ടിമറി ആവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അങ്ങനെയൊന്നും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. എന്നാൽ അടുത്ത കാലത്തുണ്ടായ കണി ഒരുക്കലുമെല്ലാം ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനെ കുഴിമന്തി തീറ്റിക്കുന്ന കണി ഒരുക്കങ്ങളുമെല്ലാം കാണുമ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ അതിന് പുറകിലുണ്ടോ? കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇക്കുറിയും സമാനമായ രീതിയിലുള്ള അട്ടിമറി ഇതിനുള്ളിൽ ഉണ്ടോ എന്ന് ജനങ്ങൾ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും അത്തരത്തിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഈ വെടിക്കെട്ട് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് തന്നെയായാലും അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തട്ടെ. അപകടത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടത്ര ദുരിതാശ്വാസങ്ങൾ ഏർപ്പെടുത്തട്ടെ. ഇനിയും ചികിത്സയിലുള്ള ആളുകൾക്ക് ചികിത്സാ പദ്ധതികൾ ഏർപ്പെടുത്തി എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ക്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു.